ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കണ്ണ് കുറ്റമറ്റതാകുന്നതും ദുഷ്ടമാകുന്നതും കണ്ണിലൂടെ വരുന്ന കാഴ്ചകളുടെ പേരിലാണ്. നമ്മൾ കാണുന്നുമുണ്ട്, നോക്കുന്നുമുണ്ട്. കാണുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഉദ്ദേശം ഇല്ല. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ അത് നമ്മുടെ തീരുമാനപ്രകാരമുള്ള മനഃപൂർവ്വം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നോട്ടങ്ങളെ നിയന്ത്രിക്കുകയോ നിയന്ത്രിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വഴിയാണ് കണ്ണുകൾ കുറ്റമറ്റതാകുന്നതോ ദുഷ്ടമാകുന്നതോ. നമ്മുടെ പിന്നിലുള്ള നോട്ടങ്ങൾക്ക് പിന്നിലുള്ള നമ്മുടെ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പരിശോധിക്കപ്പെടേണ്ടത്. ദൈവം നമുക്ക് കണ്ണുകൾ തന്നപ്പോൾ അതെല്ലാം കാണാനുള്ളതല്ല, എല്ലാം നോക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് കണ്ണുകൾക്ക് കൺപോളകളുള്ളത്. ചില കാഴ്ചകൾ കാണാതെ കണ്ണ് അടയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കണ്ണ് അടയ്ക്കാനുള്ള ഒരു സംവിധാനവും ദൈവം നമ്മളിൽ ഒരുക്കിയിരിക്കുന്നു. ചിലത് കണ്ണടച്ച് കളയാനുള്ളതല്ല, കണ്ണ് തുറന്ന് നോക്കാനുള്ളതാണ്. കണ്ണ് തുറന്ന് കാണേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കണ്ണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രതിഫലനമാണ്, ഒരു അടയാളമാണ്. അത് നമ്മളിലേക്ക് പാപം കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. അതുപോലെ വിശുദ്ധി പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. പലപ്പോഴും മനസ്സിൽ പാപം വരുന്നത് കണ്ണിലൂടെ വരുന്ന കാഴ്ചകളിലൂടെയാണ്. കണ്ണുകൾ നമ്മൾ പാപങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം ഈശോയെ ആ കണ്ണുകൊണ്ട് തന്നെ നോക്കിയിരുന്ന് നമുക്കതിന് പരിഹാരം ചെയ്യാനും പരിശ്രമിക്കാം. തിന്മ കടന്നു വരുന്ന ഏറ്റവും പ്രധാന വഴികളാണ് കണ്ണുകളെന്ന് പറയുമ്പോൾ മനസ്സ് വെച്ചാൽ അത് നന്മ കടന്നു വരുന്ന ഏറ്റവും പ്രധാന വഴിയാക്കാം. നമ്മുടെ കണ്ണുകളെ നമുക്ക് ശ്രദ്ധിക്കാം, സൂക്ഷിക്കാം. നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു പരിധി വരെ നിയന്ത്രണമില്ല. പക്ഷെ നോക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നിയന്ത്രണമുണ്ട്. കാരണം അത് നമ്മുടെ തീരുമാനത്തിൻ്റെ മനഃപൂർവമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. നല്ലത് നമുക്ക് കാണാനും നല്ലതിലേക്ക് മാത്രം നോക്കാനും നമുക്ക് പരിശ്രമിക്കാം. കണ്ണുകളെ നമുക്ക് വളരെ ഗൗരവമായി എടുത്ത് ശ്രദ്ധിക്കാം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് മുമ്പ് കണ്ണടയ്ക്കാം. വേണ്ടത് കണ്ണ് തുറന്ന് കാണുകയും ചെയ്യാം. ആമേൻ.